ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുകയാണെങ്കിൽ എപ്പോഴത്തെയും പോലെ തന്നെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ് കേട്ടോ. പക്ഷേങ്കിൽ ഒരു ദിവസത്തെ കാര്യങ്ങൾ മാത്രമല്ല, ഒരു 2-3 ദിവസത്തെ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. കണ്ടിഷ്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായമെല്ലാം കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നില്ലേ എണീറ്റമ്പാടും നേരെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളില്ലേ ഒരു പുല്ല് കട്ട് ചെയ്യുന്ന ഒരു ഗ്രാസ് കട്ടർ വാങ്ങിച്ചിട്ടുണ്ടേനു. അപ്പോൾ അതെങ്ങനെയുണ്ട് നോക്കാൻ എനിക്കിങ്ങനെ ധൃതിയായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കലാന്ന് കേട്ടാ. 2-3 ദിവസമായി വാങ്ങിയിട്ട് ഉപ്പന്നെയാന്ന് കേട്ടാ കട്ട് ചെയ്യൽ. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് നോക്കലാന്ന്. അടിപൊളി പ്രൊഡക്റ്റാന്ന് കേട്ടാ. പ്രത്യേകിച്ച് നമുക്ക് അത്രയ്ക്ക് ഉപകാരമുള്ളൊരു സാധനമേനു. ഞാനിങ്ങനെ ഇൻസ്റ്റയിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പം കണ്ടതേനു. അങ്ങനെ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ്. ബാക്കിലെ നല്ലോണം പുല്ലുണ്ട്. ഇത് വേഗം വളരുകയും ചെയ്യും കേട്ടോ ബാക്കിൽ. അപ്പോൾ ഉപ്പ് ഇടുന്ന പുല്ല് വെട്ടുന്നുണ്ട്. രാവിലത്തെ ഒരു റുട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ രാവിലെ പുല്ല് വെട്ടുന്നു, മുറ്റടിക്കുന്നു, പൂളിൻ്റെ അടുത്തുള്ള ഫിൽറ്റർ ഓൺ ആക്കുന്നു, ക്ലോറിൻ ഇടുന്നു. ഇതൊക്കെ തന്നെയാണ് കേട്ടോ രാവിലത്തെ ഒരു റുട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ. എൻ്റെ അല്ല, ഉപ്പാൻ്റെ കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങും, അത്രയേ ഉള്ളൂ. ഇന്നലെ രാത്രിക്കില്ലേ ഇശയ്ക്ക് ഞാൻ ഫുള്ള് മെയിലാഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാലിനും കൈക്കും മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ ഓളെ കൂടെ ഇരുന്നിച്ച്, അതായത് ഉറങ്ങിയതിന് ശേഷം കൂടെ ഇരുന്നിച്ച് കൈ അനക്കാത്ത വിധത്തിൽ ആക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം അങ്ങനെ അന്നത്തെ ദിവസം എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഞാൻ മറന്നു പോയിട്ടുണ്ടേനു. പുല്ല് വെട്ടുന്ന വീഡിയോസെല്ലാം എടുത്തിട്ട് വന്ന് നോക്കുമ്പോൾ പിന്നെ ഞാനങ്ങ് മറന്നുപോയി. പിന്നെ എനിക്ക് വൈകുന്നേരമാണ് കേട്ടോ ഓർമ്മ വന്നിട്ടുള്ളത്. ഇന്നൊരു നോമ്പുള്ളൊരു ദിവസേനു, മുഹറം ആ നോമ്പുള്ള ദിവസേനു കേട്ടോ. അന്നത്തെ വൈകുന്നേരം എടുത്തൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇന്ന് എനിക്ക് നോമ്പുണ്ടായിട്ടുണ്ടേനു. പിന്നെ അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ നല്ല കായ് പൊരിച്ചുണ്ട്. മുന്തിരി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് മുന്തിരി അപ്പുറത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് നാരങ്ങ വെള്ളമെല്ലാം കലക്കിയിട്ട് ഓൾറെഡി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. വ്ളോഗ് എടുക്കുന്ന ദിവസം ഉണ്ടല്ലോ, നമുക്ക് അരമണിക്കൂറോട് ചെയ്ത് തീർക്കേണ്ട കാര്യം ഉണ്ടല്ലോ 1 മണിക്കൂർ എടുത്താലും കഴിയൂല. അതങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് മെയിനായിട്ട് വ്ളോഗ് എടുക്കാൻ മടി. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായ കണ്ടീഷനിൽ നമ്മൾ നിൽക്കണമല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ മറന്നു പോകും കേട്ടോ. ഞാൻ വ്ളോഗ് എടുക്കുന്നതാണോ എന്നുള്ളതെല്ലാം ഞാൻ മറന്നു പോകും. അങ്ങനെയെല്ലാം. അപ്പം എൻ്റെ പണികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് മുട്ടയും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉമ്മാൻ്റെ അടുത്ത് പോയിട്ടാണ് കേട്ടോ നോമ്പ് ഓർക്കുന്നത്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഇടുന്ന ഒറ്റയ്ക്കൊരു വൈബ് കിട്ടുന്നില്ല. അതുകൊണ്ട് നേരെ ഇതെല്ലാം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കേട്ടോ ചെയ്യാം. പിന്നെ പഴംപൊരിയും ഇതെല്ലാം ഓൾറെഡി ഞാൻ ഫസ്നാനെ വിളിച്ചിട്ട് കൊടുത്തയച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ലാസ്റ്റ് മുട്ടയും കൂടി പൊരിച്ചിട്ട് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അങ്ങോട്ടേക്ക് പോക്കാന്ന് കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് പോക്കാന്ന്. ഇഷമോളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട് കേട്ടോ. ഇഷമോൾ എൻ്റെ കൂടെ ആക്കി കഴിഞ്ഞാൽ എൻ്റെ പണിയും എടുക്കലും നടക്കൂല, എൻ്റെ വീഡിയോ എടുക്കലും നടക്കൂല. അതുകൊണ്ട് പണി എടുക്കുന്ന സമയത്ത് ഓളപ്പുറത്ത് കൊണ്ടാക്കിച്ചാന്ന് കേട്ടോ നമ്മളെ പണിയെല്ലാം എടുക്കുക. ഇനി നമുക്ക് എന്തായാലും നോമ്പ് തുറക്കുന്ന ആ ഒരു ടൈം കാണാം. ഇവിടെ ഫുള്ള് ടേബിളെല്ലാം സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചായ റെഡിയാക്കുന്നുണ്ട്. പിന്നെ റോട്ടി ചുട്ടിട്ടുണ്ട്. പിന്നെ പഴംപൊരി ഉണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കായ് കലക്കിയ ബാക്കി ഉണ്ടാവില്ലേ, കായ് പൊരിക്കാൻ കലക്കിയ ബാക്കി, അതും നമ്മൾ ഫ്രൈ ആക്കി എടുക്കും കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വെറുങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നാരങ്ങ വെള്ളവും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് നോമ്പ് തുറക്കലാണ്. പിന്നെ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ പിന്നെ കടികളൊന്നും തിന്നൂല കേട്ടോ. റൊട്ടി തന്നെയാണ് തിന്നലും. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ് കേട്ടോ. കടിയെല്ലാം ഉണ്ടാക്കുമെങ്കിലും പക്ഷെ നമ്മൾ അതായത് നോമ്പ് തുറക്കുന്ന സമയത്ത് പിന്നെ റൊട്ടിയും കറി തന്നെയാണ് കേട്ടോ തിന്നൽ. നമ്മൾ മുഹറം നോമ്പിന് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. പൊതുവേ നമ്മൾ
9 ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള പായസം ഉണ്ടാക്കില്ല. പക്ഷേങ്കിൽ അതൊന്നും നമുക്ക് ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് ഫസ്റ്റ് പറഞ്ഞ് നമുക്ക് മറ്റേ നേരിയരിൻ്റെ പായസം, അതായത് പാൽ പായസം ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്, മറന്നുപോയി. എന്താ ചെയ്യുക, മറവിക്കൊരിതില്ലല്ലോ. അപ്പം അങ്ങനെ അന്ന് പിന്നെ ആ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ ഇതാ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. ഇന്ന് ഇവർക്ക് സ്കൂളൊന്നും ഇല്ലേനു. അപ്പോൾ രാവിലെ എണീച്ച് നമ്മളെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നല്ല കാപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. കാപ്പിയും പിന്നെ മുട്ടയും നല്ല കായ്വാട്ടിയും. എപ്പോഴും ആക്കലില്ല, ഇടയ്ക്കിടയ്ക്ക് മാത്രം. പിന്നെയും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടേനു. കത്തലെടുക്കാൻ വരുന്നതും അതെല്ലാം മറന്നു പോയിട്ടുണ്ടേനു. പക്ഷേങ്കിൽ ബാക്കി ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്ന് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി എണറ് പൊരിച്ചതുണ്ട്. വേറെ എന്നുള്ളത് നോക്കട്ടെ, പറഞ്ഞുതരാം. നല്ല മത്തിക്കറിയുണ്ട്. മത്തി മുളകിട്ട് വെച്ചത് എൻ്റെ ഫേവറേറ്റാണ്. ഒറോട്ടിയും മത്തിക്കറിയും നിങ്ങൾക്കറിയാലോ. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂന്തൽ ഇങ്ങനെ ഫ്രൈ ആക്കിയിട്ടല്ല, മുള ആക്കി നെയ്റ്റിച്ചെന്ന് പറയും. ഞാനങ്ങനെ കൂട്ടലില്ല കേട്ടോ. പക്ഷേങ്കിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് കഴിക്കുന്ന പോലെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഇതുവരെ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാൻ പറ്റിയിട്ടില്ല കേട്ടോ. എനിക്കൊരു റബ്ബർ ചവക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ ഇട്ടൽ. പക്ഷേ നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. ഞാൻ കോരി ഇടുന്നുണ്ടെങ്കിലും ഞാൻ കഴിക്കുന്നില്ല കേട്ടോ. അങ്ങനെ തന്നെ തിരിച്ചുമ്മാക്ക് കൊടുക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്നത്തെ ചോറ് എന്ന് പറയുകയാണെങ്കിൽ ചോറും മീൻകറിയും എണറ് പൊരിച്ചതും. പിന്നെ എണറ് മീൻസ് നമ്മൾ എണറ് എന്നാട്ടാ പറയാം, മത്തിൻ്റെ മുട്ട ഉണ്ടല്ലോ, അത്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ചോറ് തിന്നലാണ് കേട്ടോ. ചോറെല്ലാം തിന്നിട്ട് ഇന്ന് പിള്ളേർ, അതായത് കുട്ടികൾ നിൽക്കാനും ഇരിക്കാനും വിടുന്നില്ല, പൂളിലിറങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇന്ന് പൂളിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച്. എപ്പോഴെപ്പോഴും ഇറങ്ങലില്ല, എപ്പോഴെങ്കിലും മാത്രമേ ഇറങ്ങലുള്ളൂ. കാരണം ക്ലോറിൻ ഇടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡെയിലി അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റൂല. പിന്നെ നമ്മൾ ഇറങ്ങുന്ന ദിവസമാണെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ ബാക്ക് വാഷ് അടിച്ചിട്ട് ബാക്കി നല്ല വെള്ളം ആക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അല്ലെങ്കിൽ ക്ലോറിൻ കലങ്ങിയ വെള്ളമാണല്ലോ. അതുകൊണ്ട് അപ്പം നമ്മളെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇറങ്ങുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അതും കഴിഞ്ഞ് കുളിച്ച് ഫ്രഷായി ഒന്ന് കുറച്ച് സമയം കിടന്നുറങ്ങി എണീറ്റിട്ടുണ്ട്. ഞാനില്ലേ ഒരു 3-3:15 എൻ്റെ എല്ലാ പണിയും എങ്ങനെയെങ്കിലും ഒരുക്കിയിട്ട് എനിക്ക് കിടക്കണം. ഉച്ചക്കത്തെ ഉറക്കം എനിക്ക് മസ്റ്റാണ് കേട്ടോ. എവിടെ പോകുന്നുണ്ടെങ്കിലും എനിക്കത് മസ്റ്റാണ്. പിന്നെ കല്യാണമെല്ലാം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് മിസ്സാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഉറങ്ങി എണീച്ച് എല്ലാവർക്കും നല്ല വിശപ്പ്. അപ്പോൾ പിന്നെ മാഗി ഉണ്ടായിരുന്നു ഒരു പാക്കറ്റ്, കുറേ ആയി വാങ്ങിയിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇന്നത്തെ നമ്മളെ ചായൻ്റെ ഡ്യൂട്ടി അനക്കേനു കേട്ടോ. എപ്പോഴും എൻ്റെ ഡ്യൂട്ടി അല്ല, ഇടയ്ക്ക് കേട്ടോ. എന്നാലും അധിക ദിവസം ഞാൻ തന്നെയാണ് ചായ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ പാലിപ്പുറത്ത് വെച്ചിട്ടുണ്ട്, മാഗി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് വെച്ചിട്ടുണ്ട്. മാഗി ഉണ്ടാക്കുമ്പോൾ ആ പൊടിക്കടിയെ ഞാൻ 2-3 ആൾക്കാർ ഇപ്പുറത്തുണ്ടാവും കൈ കാണിക്കുന്നതാണെന്നുണ്ടെങ്കിൽ സൈഡിലയച്ച്. പിന്നെ എനിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ മാഗിൻ്റെ പൊടി തിന്നാൻ വേണ്ടിയിട്ട്. എന്തോ ഒരു ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അത് തിന്നലുണ്ടെങ്കിൽ കമൻ്റ് ആക്ക്. അപ്പോൾ കുട്ടികൾക്കുള്ള ഹോർലിക്സ് പിന്നെ ചായ ഇതെല്ലാം വേറെ വേറെ ഉണ്ടാക്കിയെടുക്കലാണ്. ഈ അടുപ്പാക്കിയ മുതലേ പിന്നെ കുക്ക് ചെയ്യാൻ വലിയ മടി എനിക്ക് അങ്ങനെ തോന്നില്ല. പക്ഷെ മറ്റേ അടുപ്പുണ്ടല്ലോ, നമ്മളെ കിച്ചണിലെ അടുപ്പ്, അതെനിക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെയാണ്, എന്താണെന്നറിയില്ല. ഇതാക്കിയ മുതലേ വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഹോർലിക്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതാ ചായക്കുള്ള പാലും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ മാഗി സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി വാരിക്കെട്ടി നേരെ അപ്പുറത്തേക്ക് പോകണം. അവിടെ നിന്നാണ് നമ്മൾ ഇന്നത്തെ ചായ കുടിക്കുന്നത്. ഇന്ന് ചായ അവിടെ നിന്നിട്ടാണ് കുടിക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ലാന്ന് നമ്മളെ ഇന്നത്തെ ഒരു വൈകുന്നേരത്തെ കാഴ്ചകൾ. ഈ ഒലക്ക ചായ ഉണ്ടല്ലോ, ഒരു 2 മിനിറ്റ് ഒന്ന് തെറ്റുമ്പോഴത്തേക്ക് പതച്ച് മറിഞ്ഞിട്ടുണ്ടേനു കേട്ടോ. ഫസ്റ്റ് ഞാനോട് ഇതെല്ലാം അങ്ങ് എടുക്കാൻ വേണ്ടിയിട്ട് ഓളെ വിളിക്കാൻ വേണ്ടിയിട്ട് ആ ഗേറ്റിൻ്റെ അടുത്ത് പോയി നിന്നതാണ്. അപ്പോഴത്തേക്ക് തന്നെ ഞാൻ എവിടെയാ പോയേന്ന് നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയതായിരിക്കും, മിക്കവാറും അങ്ങനെ ആയിരിക്കുമല്ലോ.
ആദ്യമില്ലേ എപ്പോഴും പതിച്ച് മറിയലുണ്ട്. ഇപ്പം അടുത്ത കാലത്തൊന്നും എൻ്റെ അടുത്തൊന്നും മറിഞ്ഞിട്ടില്ല കേട്ടോ. കാരണം എന്താ, കാരണം നമ്മളങ്ങനെയും ശ്രദ്ധിക്കലുണ്ട്. പക്ഷേങ്കിൽ ഇന്നെന്തോ പറ്റിപ്പോയി. അപ്പം നിങ്ങളോടും കൂടി പറയാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് മറയുന്നതും നല്ല വിഷമം. ഇത് ക്ലീനാക്കല റബ്ബേ, ആ ഒരു സ്മെല്ലും പോവില്ല, ആ ഒരു കലയുണ്ടല്ലോ അതും പോവില്ല. ചായ പതിച്ച് മറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതും ക്ലീനാക്കി ചായ കൊടുത്തിട്ട് താനാ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈടതാ ഉമ്മ എല്ലാവർക്കും പ്ലേറ്റും ഇതെല്ലാം വിളമ്പി റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇനി എന്തായാലും നമ്മൾ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് നമുക്ക് ബാക്കിയാണ്. അങ്ങനെ നമ്മളെ ചായ കുടിയെല്ലാം കഴിച്ച് ഞാൻ എന്താക്കി, നേരെ നമ്മളെ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എപ്പോഴും ഒന്നും ഇറങ്ങലില്ല, എപ്പോഴെങ്കിലും മാത്രമേ. ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലെല്ലാം ആടി ഒന്ന് കാറ്റെല്ലാം കൊണ്ടിട്ട് ഉള്ളിക്കയറാന്ന്. മഗ്‌രിബ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു എണീക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു 3:30 കടന്നു കഴിഞ്ഞാൽ ഒരു 4:45 5 മണിയാകുമ്പോഴത്തേക്ക് എണീക്കും. അങ്ങനെയാണ് കേട്ടോ എൻ്റെ വൈകുന്നേരത്തെ റുട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അതാ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കലാണ്. നല്ല രസമാണ് കേട്ടോ. എടുത്ത ആ ഒരു വ്യൂവും ഇതെല്ലാം വൈകുന്നേരം ഇരിക്കാൻ നല്ല രസമാണ്. പക്ഷേങ്കിൽ എപ്പോഴും ഇരിക്കുമ്പോൾ ഒരു മടുപ്പാണ്. എപ്പോഴും കണ്ട സ്ഥലം തന്നെ കാണുമ്പോൾ നമുക്കൊരു മടുപ്പായിരിക്കുമല്ലോ. അങ്ങനെ ഓനിപ്പം വരും. അങ്ങനെ ഷയാനും ഉപ്പും എല്ലാവരും കൂടി ഇതാ പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. എൻ്റെ വീഡിയോ എടുക്കലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇതാ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളാരാ വന്നിട്ടുള്ളത്, കാക്ക വന്നിട്ടുണ്ട്. അതും ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളെ നിസ്കാരവും ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ചൊരു ഫ്രീ ടൈം ഉണ്ട് കേട്ടോ ഈ ഒരു ടൈം. അപ്പോൾ ഈ ഒരു ടൈമാണ് ഞാൻ കമൻസിന് റിപ്ലൈ കൊടുക്കലും ലൈക്ക് കൊടുക്കലും കമൻസ് വായിക്കലും പിന്നെ നമ്മളെ ബിസിനസ് വാട്സപ്പ് ചെക്ക് ചെയ്യലും ഇതെല്ലാം ഈ ഒരു ടൈമാണ് കേട്ടോ. പിന്നെ നമ്മളെ നിക്കാബ് ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ആരും മെസ്സേജ് ഒന്നും അയക്കണ്ട. പിന്നെ ഒരു 4-5 പർദ്ദ ബാക്കിയുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നമ്മളെ അടുത്ത് നിന്ന് ഏറ്റവും കൂടുതൽ സെയിലായിട്ടുള്ള ഒരു അബായാണ് കേട്ടോ. ഫോട്ടോ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു 5-6 പീസ് ബാക്കിയുണ്ട്. ബാക്കി മൊത്തത്തിൽ ഫിനിഷ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊന്നും ഞാൻ പർദ്ദൻ്റെ റീസ്റ്റോക്ക് ചെയ്യുന്നില്ല. കുറേ മെസ്സേജ് വരുത്തുന്നുണ്ട് കേട്ടോ, റീസ്റ്റോക്ക് ഉണ്ടോ, പുതിയ മോഡൽ ഉണ്ടോ എന്നെല്ലാം പറഞ്ഞിട്ട്. പുതിയ മോഡൽ എന്തായാലും ഇനി ഞാൻ പോയിട്ടെല്ലാം ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കസ്റ്റമൈസ് ചെയ്യിക്കുന്നതൊന്നുമല്ല കേട്ടോ. നമ്മൾ പോയി പരതിയിട്ട് അങ്ങനെ എടുത്തിട്ട് അങ്ങനെ നാട്ടിൽ കൊണ്ടുവന്നിട്ട്, അതായത് സൗദിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത സാധനമാണ് നമ്മൾ കൊടുക്കുന്നത്. അത്രക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്വാളിറ്റി വൈസ് നമ്മൾ അത്രക്കും ഇത് നോക്കിയിട്ടാണ് കേട്ടോ നാട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാനെല്ലാം കുറച്ച് ടൈം എടുക്കും. ഇപ്പം എന്തായാലും നടക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പം റീസ്റ്റോക്കൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ എന്താ പറയുക, പിന്നെ കഴിഞ്ഞ കമൻറ്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റോർ റൂം ഇല്ലേന്ന്. സ്റ്റോർ റൂം ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ സ്റ്റോർ റൂം. പക്ഷേങ്കിൽ ഞാൻ അങ്ങനെ സ്റ്റോറൊന്നും ചെയ്യലില്ല. ഫുഡ് ഐറ്റംസ് ആദ്യമെല്ലാം വാങ്ങി വെക്കലുണ്ടേനു. പിന്നെ ഉമ്മാൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ഫുഡെല്ലാം കഴിക്കൽ. അതുകൊണ്ട് തന്നെ അടുത്തേക്കാണ് കേട്ടോ സാധനമെല്ലാം വാങ്ങിക്കലും. ഇവിടെ അങ്ങനെ കൂടുതൽ സ്റ്റോർ ചെയ്യില്ല, എന്നാലും അത്യാവശ്യത്തിനുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ ഇന്നത്തെ നൈറ്റ് ഡ്യൂട്ടിയും അനക്കേനു കേട്ടോ. പിന്നെ ഒറോട്ടി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒറോട്ടി ഇടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒരു 8 മണിക്കാണ് ഞാൻ ചുടാൻ വേണ്ടിയിട്ട് വരാം. അരമണിക്കൂർ കൊണ്ട് കാര്യം കഴിയും കേട്ടോ. ഉമ്മ കുഴച്ചിട്ട് റെഡിയാക്കിയിട്ട് തരും. ഫ്ലാസ്കും ഇതെല്ലാം കഴുകിയിട്ട് തരും. എന്നിട്ട് ഞാൻ ചുട്ടെടുക്കാന്ന് കേട്ടോ ചെയ്യുക. എന്നിട്ട് ഇതെല്ലാം വാരിപ്പെറുക്കി അപ്പുറത്ത് പോയി കഴിക്കാമെന്ന് ചെയ്യാം. എൻ്റെ റുട്ടീൻ ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പം അങ്ങനെ പിന്നെ ഒറോട്ടിൻ്റെ കുറേ പേര് എനിക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇൻസ്റ്റയിലും ബിസിനസ് വാട്സപ്പിലെല്ലാം ഒറോട്ടിപ്പൊടി എവിടെയാണ് കിട്ടാമെന്നല്ല. നമ്മളെ കണ്ണൂരിൽ മാത്രമേ ഈ ഒറോട്ടിപ്പൊടി കിട്ടുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു ഇത്. വേറെ ജില്ലകളിൽ ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ സെയിനും പിന്നെ വെസ്റ്റേണും ആണ് കേട്ടോ വാങ്ങിക്കൽ. പിന്നെ നമ്മൾ അരി പൊടിപ്പിക്കലും ഉണ്ട്.
പിന്നെ ഇപ്പം അധികം വാങ്ങിക്കൽ തന്നെയാണ് കേട്ടോ. നമ്മൾ ഡയറക്റ്റ് അവിടെ പോയിട്ട്, അതായത് പൊടിപ്പിക്കുന്നിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിലായിട്ട് സാധനം കിട്ടും. പിന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് അവിടെ പോയിട്ട് ഡയറക്റ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇതാ നമ്മൾ ഒറോട്ടി ചുട്ടെടുക്കലാണ്. ഈ ഒരു ഒറോട്ടി ഉണ്ടല്ലോ, എല്ലാ വ്ളോഗിലും ഞാൻ പറയുന്നതാണ്. നമ്മളെ കണ്ണൂരുകാർക്ക് ഇതില്ലാത്ത ദിവസം എന്തോരം ഒഴിഞ്ഞ പോലെയാണ്, ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്നെല്ലാം പറയുന്നില്ലേ, അത് എൻ്റെ ഫേവറേറ്റാണ് കേട്ടോ. ഒറോട്ടിയും പിന്നെ മീൻ മുളകിട്ട കറിയും അതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും വേണ്ട. അങ്ങനെ അതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ചുടുന്നത്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ എനക്കും ഉമ്മാമക്കും ഈ ഒറോട്ടി ഇല്ലാത്ത ദിവസം പറ്റുകയില്ല കേട്ടോ. ഒന്നിക്ക് രാവിലെ വേണം അല്ലെങ്കിൽ രാത്രിക്ക് വേണം, അത് മസ്റ്റാണ്. അങ്ങനെ നമ്മൾ ഒറോട്ടിയെല്ലാം ചുട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പുറത്ത് പോകാൻ നോക്കല. അതിൽ മുന്നേ ഫ്രിഡ്ജിൽ ഒരു വാടിയ പാഷൻ ഫ്രൂട്ടും 2 റംബൂട്ടാനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിന്നാന്ന് വിചാരിച്ച്, അപ്പോൾ അത് തിന്നാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് വരുമ്പം കാണാം. ഞാൻ വിചാരിച്ച് ഉപ്പയാണ് കേട്ടോ. നോക്കുമ്പം നമ്മൾ ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റ് വന്ന ദിവസം കൂടിയാണ് കേട്ടോ ഇന്ന്. അപ്പം എന്താക്കി, നമ്മൾ നേരെ അപ്പുറത്തേക്ക് ഓടിപ്പോയിട്ടുണ്ട്. അവർ വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. 8:45 9 മണി ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കുള്ള ജ്യൂസെല്ലാം കൊടുത്തിട്ടുണ്ട്. വേറെ ആരും അല്ല കേട്ടോ, അമ്മേൻ്റെ നേരെ അനിയത്തിയും അവരുടെ ഫാമിലിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഫുഡ് കഴിക്കാണ്ട് വിടൽ രക്ഷയില്ലല്ലോ. ഫുഡ് കഴിക്കാണ്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പെട്ടെന്ന് തന്നെ ഇനി ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കലാണ് കേട്ടോ. പിന്നെ നമുക്ക് രാവിലത്തെ കറിയും അതെല്ലാം വെച്ചിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം കേട്ടോ അന്നത്തെ ദിവസം. അപ്പോൾ എന്താക്കി, എൻ്റെ ഫ്രിഡ്ജിൽ ഇറച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓവനിൽ ഡീഫ്രോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഞാനും ഫസ്നയും ഉപ്പയും കൂടി ഇപ്പുറത്തെ പുരക്കേക്ക് വന്നിട്ടുണ്ട്, എൻ്റെ പുരക്കേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടുള്ള ഒരു മണിക്കൂറുണ്ടല്ലോ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടേനു കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല വിറ്റേനു. ഞാനിതാ ഇവിടുന്ന് ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ കറി വെക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നല്ല ബീഫ് കറിയാണ് കേട്ടോ വെക്കുന്നത്. ബീഫ് കറിയാണോ മട്ടൻ കറിയാണോ എന്ന് നമുക്ക് തന്നെ അറിയില്ല, എന്താ ഉണ്ടാക്കിയെന്ന് നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ എന്തോ ഒരു കറി, ബീഫോ മട്ടനോ ആറ്റാണ്. അപ്പോൾ അത് കറി വെക്കലാണ് കേട്ടോ. പിന്നെ അവർ ഇവിടത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ ലൈം ടീ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഉമ്മ അപ്പുറത്തുനിന്ന് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ മുട്ടയും കൂടി പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബീഫ് കഴിക്കാത്ത ആളുണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മുട്ട ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഉമ്മ അപ്പുറത്തുനിന്ന് മുട്ടക്കറിയും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഉമ്മനോട് മുട്ടക്കറി ഉണ്ടാക്കാനാണ് പറഞ്ഞത്. പക്ഷേങ്കിൽ എനിക്ക് മുട്ടക്കറി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കാൻ അറിയില്ല. ഈ ഇറച്ചിക്കറിയിലാകുമ്പോൾ സിമ്പിളല്ലേ, അതുകൊണ്ട് പിന്നെ കുറേ വിസിലടുപ്പിച്ചിട്ട് വിസിൽ ഇളക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അന്നുണ്ടാക്കിയ കറിക്കില്ലേ ഒരു പ്രത്യേക ടേസ്റ്റ്, എന്താണെന്നറിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയോണ്ടാണോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെയല്ലോ ഒരു 10:30 മണിയാകുമ്പോഴത്തേക്ക് 10:20 ആകുമ്പോഴത്തേക്ക് നമ്മളെ കറിയെല്ലാം സെറ്റായിട്ടുണ്ട്. നമ്മളെ ഡാഡിനെ വിളിച്ചിട്ടുണ്ട് കുക്കർ എടുക്കാൻ വേണ്ടിയിട്ട്. പതുക്കുന്നുണ്ടേനു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ അപ്പുറം പൂട്ടിയിട്ട് നേരെ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിട്ട് ടേബിളെല്ലാം സെറ്റായിട്ടുണ്ട്. കച്ചമ്പറ ഉണ്ടാക്കിയിട്ടുണ്ട്, നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇറച്ചിയും പൊരിച്ചിട്ടുണ്ട്, മുട്ടയും പൊരിച്ചിട്ടുണ്ട്, തക്കാളിക്കറി, ഇതെല്ലാം റെഡിയായി കേട്ടോ. ഒരു മണിക്കൂർ കൊണ്ട് ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല, ഫുഡ് കഴിക്കലാണ്. ആണുങ്ങളെല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലാണ്. ഞാൻ ഒറോട്ടി തന്നെയാണ് കേട്ടോ കഴിക്കുന്നത്. എനിക്ക് നെയ്ച്ചോറൊന്നും രാത്രിക്ക് പറ്റൂല. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് കുറച്ച് സമയം വർത്താനം പറഞ്ഞ് നേരം കൂട്ടി ഒരു 11:30 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് അവർ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, നമ്മൾ തറവാട്ടിൽ പോയി തറവാട്ടിൻ്റെ തൊട്ട് സൈഡിൽ നിൽക്കുന്നവരാണ് കേട്ടോ ഇത്. ഉമ്മാൻ്റെ നേരെ അനിയത്തിയും ഫാമിലിയും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയി. നമ്മളിതാ ഇനി എവിടെയെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നേരെ ഉറങ്ങാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം അവിടെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, ഇനിയിപ്പോൾ വേറൊരു ദിവസത്തെ വീഡിയോ കൂടി ഞാൻ എടുത്തിട്ടുണ്ടേനു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ തന്നെ അപ്ലോഡ് ആക്കിയിട്ടില്ലെങ്കിലില്ലേ പിന്നെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യലൊന്നും നടക്കൂല.
എന്തായാലും ഡിലീറ്റ് ആക്കേണ്ടി വരും മിക്കവാറും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ആ ഒരു വൈബ് കിട്ടുന്ന സമയത്ത് അങ്ങനെ എഡിറ്റ് ആക്കിയിട്ട് അപ്ലോഡ് ആക്കുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ്. ലെങ്ത്ത് കൂടിയാലും പ്രശ്നമില്ല, നിങ്ങളെല്ലാം കമൻറ്റ് പറഞ്ഞുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. രാത്രി കിടക്കാൻ നോക്കുമ്പോഴേ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് എൻ്റെ നടുവിന് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റൂല. ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. നടു ചെറുതായി തിളകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ അത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഉമ്മാക്ക് വേണ്ടിയിട്ട് സൗദിയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇപ്പം എനിക്ക് തന്നെ നല്ല ഉപകാരമാണ് കേട്ടോ അത്. അങ്ങനെ ഇനി ഇവരെല്ലാം ഉറക്കൽ, ഈശമോൾ ഉറക്കലുണ്ടല്ലോ, ഒരു മണിക്കൂറത്തെ കഷ്ടപ്പാടാണ്. നമ്മൾ കിടക്കാൻ തന്നെ 12 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഓൾ ഉറങ്ങി കിട്ടണമെങ്കിൽ ഒരു മണിയാവും. അങ്ങനെ ഗൈസ്, അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ ദിവസമാണ് കേട്ടോ, പിറ്റേ ദിവസമാണ്. ഇന്ന് നമുക്ക് കുറച്ച് പണികളിലുണ്ട്. മൊത്തത്തിൽ വീടൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒരാഴ്ച കൂടുമ്പോൾ കേട്ടോ ഞാൻ തുടക്കൽ. അപ്പോൾ ഇന്ന് നമ്മളെ തുടക്കേണ്ട ദിവസമാണ്. തുടക്കുന്ന ദിവസം ഉണ്ടല്ലോ, ഞാൻ മൊത്തത്തിൽ പൊടിയെല്ലാം മുട്ടിയിട്ടാണ് അടിച്ചു വാരി എടുക്കുക. പിന്നെ ആരും അങ്ങനെ കൂടുതൽ നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കുന്നില്ലെങ്കിലും ക്ലീനിങ്ങിന് ഒരു കുറവുമില്ല കേട്ടോ. ക്ലീനിങ് അത്യാവശ്യം നല്ലോണം ഉണ്ടാവലുണ്ട്. നമുക്ക് അടിച്ചു വാരിയിച്ചില്ലെങ്കിലെല്ലാം എന്തോ ഒരു ഒഴിഞ്ഞ പോലെ ഉണ്ടാവും. അപ്പോൾ ഡെയിലി അടിച്ചു വാരലുണ്ട്. ആഴ്ചക്ക് ഒരു ദിവസമാണ് നമ്മൾ മൊത്തത്തിലൊന്ന് പിന്നെ തുടച്ചെടുക്കൽ, ഫുള്ളായിട്ട് തുടച്ചെടുക്കൽ. അങ്ങനെ പിന്നെ മാസത്തിലൊരിക്കൽ ഉമ്മ മറ്റേ മണ്ണാമ്പലെല്ലാം തുടക്കാൻ വേണ്ടിയിട്ട് വരും. അതായത് മണ്ണാമ്പല മീൻസ് മാറാല, അതെല്ലാം ഒന്ന് ആക്കിത്തരാൻ വേണ്ടിയിട്ട് ഉമ്മ വരും. പിന്നെ മേലയിൽ ഞാൻ കയറാറേ ഇല്ല. മേലയിൽ പിന്നെ നമ്മളൊരാളെ വിളിക്കലാണ് കേട്ടോ. അതൊന്നും എനിക്ക് നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒരാളെ വിളിക്കലാണ്. ഓറ് വന്നിട്ട് പിന്നെ മേലയിൽ അടിച്ചു വാരി തുടച്ചു തരും. അന്നത്തെ ദിവസം താഴത്തും തുടച്ചു തരും കേട്ടോ. അപ്പം അങ്ങനെ പിന്നെ ഡെയിലി എനിക്ക് രാവിലെ ഒരു 1.5 മണിക്കൂർ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. എന്തായാലും അങ്ങനെയാണല്ലോ, ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടങ്ങേറുള്ള കാര്യമാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് 2 എണ്ണം ഉണ്ടല്ലോ. ആകെ കുറച്ച് സമയമല്ല, ഒരു മഗ്‌രിബിനും ഉച്ചൻ്റെ ആ ഒരു ടൈമാണ് നമ്മളിവിടെ ഉണ്ടാവുക. വൈകുന്നേരമല്ലോ ഞാനും ഇഷിയും ഷയാനെല്ലാം ആ ഒരു ടൈം മതി അവർക്ക് വലിച്ചു വാരി ഇടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ നമ്മൾ അടിച്ചു വാരൽ കഴിഞ്ഞിട്ട് നൈഷക്ക് ടിവിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളെ തുടക്കൽ വേഗം കഴിയൂല. പിന്നെ തുടക്കുന്നതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം പെട്ടെന്ന് തന്നെ തുടച്ചെടുക്കലാണ്. പിന്നെ ഇല്ലേ, മാർബിളുള്ളവരാണെങ്കിൽ ഈ ഒരു വിവലിൻ്റെ ഷാമ്പൂ ഇട്ടിട്ട് നിങ്ങൾ തുടച്ച് നോക്കിയേ, നല്ലൊരു ഷൈനിങ് കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ തുടക്കുന്ന സമയത്ത് ഒരു പാക്കറ്റ്, അതായത് 1 രൂപൻ്റെ ഒരു പാക്കറ്റ് നമ്മൾ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് തുടച്ചെടുക്കുക കേട്ടോ. പിന്നെ ഞാനൊരു 2-3 വെള്ളത്തിൽ തുടച്ചെടുക്കും. പിന്നെ കാരണം ഞാൻ ഒരാഴ്ചക്ക് ഒരു ദിവസമാണല്ലോ തുടക്കുന്നത്. അപ്പോൾ വീഡിയോസൊന്നും എടുക്കാൻ നിന്നിട്ടില്ല തുടക്കുന്നതിൻ്റെ. കാരണം വീഡിയോ എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ വേഗം നമ്മളെ പണി കഴിയൂല. അതുകൊണ്ട് എന്താക്കി, വീഡിയോ എടുക്കാണ്ട് വേഗം പെട്ടെന്ന് തന്നെ തുടച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് റൂം സ്പ്രേയിലടിച്ച് ഫുള്ള് സെറ്റാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. തുടക്കുന്ന ദിവസം കുറേ ടൈം എടുക്കും കേട്ടോ. എനിക്ക് കുറച്ച് ടൈം നല്ലോണം വേണ്ടുന്നൊരു വ്യക്തിയാണ് ഞാൻ. കുറേ ടൈം എടുക്കും. വെള്ളം ഒരു 2-3 പ്രാവശ്യമായിട്ട് എനിക്ക് വെള്ളം മാറ്റേണ്ടി വരും. അങ്ങനെയാണ്. അങ്ങനെ നമ്മളെ തുട കഴിഞ്ഞിട്ടുണ്ട്. തുടയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇരിട്ടി പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോകാനായിരുന്നു പ്ലാന്, പക്ഷേങ്കിൽ നടന്നിട്ടില്ല. എനിക്ക് ഭയങ്കര തലകറക്കം. നിങ്ങൾ വിചാരിക്കും ഞാൻ എപ്പോഴും ഫുൾ ആക്റ്റീവായിട്ടുണ്ടാവുന്നു. അല്ല കേട്ടോ, ഞാൻ ആഴ്ചക്കൊരു ദിവസം എന്തായാലും കടന്നിട്ടുണ്ടാവാം. അതങ്ങനെയാണ്. ഭയങ്കര തലകറക്കം, ഇടയ്ക്കിടയ്ക്കൊരു തലകറക്കം ഉണ്ടാവലുണ്ട്. അന്നത്തെ ദിവസം പോക്കാന്ന്, ഒരു പണിയും എടുക്കാൻ കഴിയില്ല, അനങ്ങാണ്ട് കിടക്കാൻ എന്നിട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോ എടുക്കുന്ന ദിവസം പിന്നെയും കുറച്ചൊരു എനർജി ഉണ്ടാവലുണ്ട്. അങ്ങനെ ഈശനെയും കൂട്ടുന്നുണ്ട് കേട്ടോ. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ ഷയാനെല്ലാം സ്കൂളിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഈശനെ ഒന്ന് കുളിച്ച് ഫ്രഷാക്കി കൊടുത്തതാ ഞാനും കൂടി മാറ്റിയിട്ടുണ്ട്. ഞാനും ഫസ്റ്റിനെയാണ് കേട്ടോ പോകുന്നത്. ഉപ്പാനെ വിളിച്ചു. ഉപ്പാക്ക് ഭയങ്കര തിരക്കുള്ള ആളെ നമ്മളെ ബുദ്ധിമുട്ടിക്കാറേ ഇല്ല. അപ്പം നമ്മൾ തന്നെ പോയിക്കോളും എന്ന് പറഞ്ഞിട്ട് ഞാനും ഫസ്റ്റിനെയും അങ്ങനെ പോക്കാന്ന് കേട്ടോ. ഇപ്പം ഇല്ലേ, ഇഷമോള് ഓക്കെന്നെ ഡ്രസ്സ് സെലക്ട് ചെയ്യണം. അതായത് ഷർട്ട്, പാൻറ്റ്, ട്രൗസർ അതൊന്നും ഇടാൻ സമ്മതിക്കൂല കേട്ടോ. ഓക്കെ ഇങ്ങനെ ഫ്രോക്ക് തന്നെ വേണം.
അതുകൊണ്ട് തന്നെ ഞാൻ തുണി വാങ്ങിയിട്ട് അടുപ്പിച്ചതാണ് കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിസ്റ്ററെ കൊണ്ട് അടുപ്പിച്ചൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. ഓക്ക് ഭയങ്കര ഇഷ്ടം, എപ്പോഴും ഇതന്നെ ഇടേണ്ടി വരും ഓക്ക്. പിന്നെ ഒരു പിങ്ക് ഉണ്ട്, ലാസ്റ്റ് വ്ളോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒക്കെ എപ്പോഴും അതന്നെ ഇടണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അതന്നെ ഇട്ട് കൊടുക്കുന്നത്. ആ ഡ്രസ്സ് ഞാനിപ്പോൾ ഒളിപ്പിച്ച് വെക്കാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദാ ഗൈസ്, നമ്മളെ ഫസ്റ്റിനെ താത്ത വണ്ടി തിരിച്ച് തരുന്നുണ്ട്. ഓള് ഡ്രൈവിങ് പഠിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേങ്കിൽ ഞാൻ എടുത്തോളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഞാൻ തന്നെ എടുക്കണം, അങ്ങനെയാണ്. അപ്പോൾ ഓളെ എല്ലാവരും എടുത്ത് പോക്കലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ എടുക്കാം, ഇനി പിന്നെ ഒരു ദിവസം നീ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ കയറിയിരുന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പണികൾ മട്ടന്നൂരുണ്ട്. പിന്നെ നമ്മൾ പോകുന്ന ദിവസം ഉമ്മാനോട് പ്രത്യേകം പറയും ചോറ് വേണ്ട, കാരണം എന്താ, എനിക്ക് റാറാസിലെ ചോറ് തന്നെ തിന്നണം. അതുകൊണ്ട് അപ്പോൾ ചോറ് തീരുന്നതിന് മുന്നേ വരണമെന്ന് ഓളോട് ആദ്യമേ പറഞ്ഞുകൊണ്ട് ഒരു 1:45 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റിക്കഴിഞ്ഞ് റെഡിയായി പോക്കാന്ന് കേട്ടോ. പിന്നെ എൻ്റെ 2-3 പർദ്ദക്ക് കുടുക്ക് വെക്കാനുണ്ടേനു. ഓളെ 2-3 പർദ്ദക്ക് എന്തോ മുറിച്ചടിക്കാൻ അങ്ങനെയെല്ലാം ഉണ്ടേനു. പർദ്ദപ്പിടിയിൽ പോകാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഹാൻഡ് കവറ്, ഷോള് ഇതെല്ലാം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുണ്ടേനു. വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അതെല്ലാം ചെയ്ത് വച്ചിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ച് വരാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നാണെങ്കിൽ രാവിലെ മുതലേ മഴയൊന്നും ഇല്ലേനു. മഴയില്ലാണ്ട് എന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പോക്കാന്ന് കേട്ടോ. മട്ടന്നൂരിലെ അന്ന് ഭയങ്കര തിരക്ക്, ഇതുവരെ ഇല്ലാത്ത തിരക്കാട ആ ഒരു സ്റ്റേഷൻ്റെ മുന്നിൽ. അത് എപ്പോഴും അങ്ങനെയാണ്, നമ്മൾ പോകുമ്പോൾ എപ്പോഴും അങ്ങനെ തിരക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ നീന്തി ഒരു ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. വണ്ടിയിലെ നമ്മളിതാ ഈ പാർക്കിങ്ങിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് 2-3 ഷോപ്പിലായിട്ട് കയറാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ട് നമുക്ക് പാർക്കിങ്, പ്രത്യേകിച്ച് മട്ടന്നൂരൊന്നും ആടിയൂടി പാർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ പാർക്കിങ് ചെയ്തിട്ട് ഓട്ടോറിക്ഷയിൽ പോക്കാന്ന് കേട്ടോ. കുറേ ആയി ഓട്ടോറിക്ഷയിൽ കയറിയിട്ട്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് ഓട്ടോയിൽ ടൗണിലേക്ക് വന്നിട്ടുണ്ട്. ടൗണിലേക്കില്ലേ വണ്ടിയെല്ലാം എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും, അങ്ങനെയാണ്. പ്രത്യേകിച്ച് ആ വണ്ടി നമ്മൾ 800 ആട്ടാണെങ്കിൽ കുഴപ്പമില്ല. ഞാൻ ആനാന്ന് കേട്ടോ വിളിക്കുക. ഈ ആനനെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ ലോകത്തൊരു സ്ഥലത്ത് നിർത്താനും കഴിയില്ല, കാണുകയും ചെയ്യില്ല, അങ്ങനെയല്ല എന്ന് ഞാൻ പറയല്. അങ്ങനെ നമ്മളിതാ പർദ്ദൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മളെ മട്ടന്നൂർ ടൗണും ഇതെല്ലാം കാണുമ്പോൾ നൊസ്റ്റുമാണ് കേട്ടോ. കുറച്ച് സമയം അവിടെ നിന്നിട്ട് വീഡിയോസെല്ലാം എടുത്ത് കേട്ടാ. പണ്ടത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തു പോയി. പണ്ട് നമ്മൾ മജിൽസ് പഠിക്കുന്ന സമയത്ത് ഉമ്മ അറിയാണ്ട് മട്ടന്നൂർ ഇറങ്ങിയിട്ട് മലബാറിൽ നിന്ന് പപ്സെല്ലാം വാങ്ങി തിന്നുവേനു കേട്ടാ. എന്നിട്ട് വീണ്ടും ബസ് കയറിയിട്ട് പോവെല്ലാം ചെയ്യണം. 1-2 പ്രാവശ്യം കേട്ടാ, എപ്പോഴും അല്ല. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓർത്തിച്ച് ആ മേലേന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കലേനു. അപ്പോൾ അത് എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ പർദ്ദ കൊടുത്തിച്ച് വീണ്ടും ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് റാറാസിലേക്ക് വന്നിട്ടുണ്ട്. ചോറ് തീരാനായി എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് ചോറ് തന്നെ വേണം, പിന്നെ കറികളെല്ലാം കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവർ സാരമില്ല, എനിക്ക് ആ കറികൾ മാത്രം മതി, ഇല തീർന്നു എന്ന് പറഞ്ഞാൽ അവർ കുഴപ്പമില്ല, എനിക്ക് പ്ലേറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടേനു കേട്ടോ. അപ്പം നമ്മൾ ചോറും കറിയും ഇതെല്ലാം കൂടി തിന്നലാണ്. പിന്നെ എൻ്റെ കൂടെ ഉള്ളക്ക് ചോറെന്ന് പറഞ്ഞ സാധനം കണ്ടുകൂടാത്ത ഒരാളാണ്. ഉച്ചയ്ക്ക് ചോറുണ്ടാക്കിയാലും രാവിലത്തെ എന്തെങ്കിലും കഴിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഓൾ ഓർഡർ ആക്കിയിട്ടുള്ളത് മന്തി, ചിക്കൻ മന്തിയാണ് കേട്ടോ. എന്നോട് പറഞ്ഞ് നീ മന്തി ഓർഡർ ആക്കിക്കോ. ഞാൻ പറയാം എനിക്ക് വേണ്ട, ഞാൻ ആ ടൈപ്പല്ല, എനിക്ക് ചോറ് തന്നെ മീൽസ് തന്നെ വേണം കേട്ടോ. അങ്ങനെ നമ്മൾ ചോറും തിന്ന് ഒരു ജ്യൂസും കുടിച്ച് ഇഷ ഭയങ്കര ചോറാട്ടാ. ലേസ് വേണോ, അത് വേണോ, ഇത് വേണോ എന്നെല്ലാം പറഞ്ഞിട്ട് ഓളെ വീട്ടിലാക്കിയിട്ട് വരാൻ പറ്റൂല. കാരണം ഉമ്മാക്കോളെ പറ്റുകയില്ല. ഉമ്മാക്ക് പറ്റൂല എന്നല്ല, സോറി, ഓക്ക് ഉമ്മാനെ പറ്റൂല. അതായത് ഒറ്റക്ക് നിൽക്കൂല, ഞാനില്ലാണ്ട് ഒരു മിനിറ്റ് നിൽക്കൂല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മളൊരു ലേസും ഒരു 7-Up വാങ്ങിക്കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് വെറുതെ നമ്മൾ പർദ്ദ അടിക്കുന്നത് വരെ നേരം കൂട്ടണമല്ലോ. അതുകൊണ്ട് എന്താക്കി നമ്മൾ ട്രൂനോയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടൈം അങ്ങ് പോയി കിട്ടും. അപ്പം വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അടുത്തേക്ക് പർദ്ദ ആയോ നമ്മളിങ്ങനെ വിളിച്ചു ചോദിക്കലാന്ന്. എന്നിട്ട് വേണം നമുക്ക് ഇരുട്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് ഒരു ഷോർട്സ്, ഇഷയ്ക്ക് പറ്റിയൊരു ഷോർട്സ് ഇഷ്ടമായി. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷർട്ട് എടുത്തിട്ട് വന്നിട്ട് ഓക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേനു. അപ്പോൾ പിന്നെ എന്തായാലും ആ ഒരു ഷോർട്ടിന് മാച്ചായിട്ട് ഈ ഒരു ടീഷർട്ട് കൂടി എടുക്കാമെന്ന് വിചാരിച്ച്. വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ, നമുക്ക് വീട്ടിൽ നിന്നെല്ലാം ഇടാൻ പറ്റിയ ആ ഒരു ടൈപ്പ് ഡ്രസ്സാണ്.
പിന്നെ ഇതാ പെൺകുട്ടികളെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ന്യൂ ബോൺ ഡ്രസ്സ് കാണുമ്പോൾ എനിക്കൊരു ചാഞ്ചാട്ടം, വാങ്ങണോ വേണ്ടിയോ എന്നല്ല, പിന്നെ വിചാരിച്ച് മതി പിന്നെ വാങ്ങാമെന്ന്. പണ്ടേ എനിക്കുള്ളൊരു സ്വഭാവമാണ്, പെൺകുട്ടികളെ ഡ്രസ്സ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. പെൺകുട്ടി ജനിക്കുന്നതിന് മുന്നേ ഞാൻ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ആരാണോ ആദ്യം പെൺകുട്ടീനെ പ്രസവിക്കുന്നത് അവർക്ക് കൊടുക്കാമെന്നുള്ള പറഞ്ഞിട്ട് ഞാൻ വാങ്ങി വെക്കലുണ്ടായിരുന്നു. ഇങ്ങനെ ഷൂ, ഹെയർ ബാൻഡ് അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് വാങ്ങി വെക്കും കേട്ടോ. നമ്മൾ എവിടെയെങ്കിലെല്ലാം പോയി കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള സാധനമെല്ലാം കണ്ടു കഴിഞ്ഞാൽ വാങ്ങിക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ല. അവിടെ നമ്മൾ നേരം കൂട്ടാൻ വേണ്ടിയിട്ട് പോയതാണല്ലോ, അപ്പോൾ ജസ്റ്റ് അത് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ നമ്മൾ നേരെ നമ്മൾ പർദ്ദ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ കൊണ്ട് അത് സെറ്റായിട്ടുണ്ട്. അതും കഴിഞ്ഞ് കുറച്ച് കടിയും വാങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇനി വേണം ഇരട്ടി പോകാൻ വേണ്ടിയിട്ട്. അപ്പം കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടിയെല്ലാം വാങ്ങി, നമ്മളെ അനിയത്തി സാറുണ്ടല്ലോ, അനിയത്തി താത്ത, മൂപ്പറാണ് കടിയെല്ലാം വാങ്ങിയിട്ട് പൈസയെല്ലാം കൊടുത്ത് റെഡിയാക്കിയിട്ടുള്ളത്. എന്നിട്ടുണ്ടല്ലോ സാധനം എടുക്കാണ്ട് വന്ന്, അതങ്ങനെ തന്നെയാണല്ലോ, ബോധവും കഥ നെഹിയെ അനക്കും ഇല്ല ഓക്കും ഇല്ല. അപ്പോൾ അത് കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറ് നമ്മളീ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മളെന്താക്കി പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നുകൊണ്ട് ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് നമ്മൾ അടുത്തേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ പരതി നിൽക്കല, ഞാനപ്പോൾ കൈമുട്ടിട്ട് ഇങ്ങോട്ട് തന്നേക്കൂന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടേനു കേട്ടോ, വിറ്റേനു. അപ്പോൾ നമ്മൾ കടിയും എടുത്ത് നമ്മളെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. കുറേ പ്രാവശ്യം നമ്മൾ ഓട്ടോയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കേട്ടോ. അപ്പോൾ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ നമ്മളെ കാര്യമൊന്നും നടക്കില്ല. നമ്മളെ 10 മിനിറ്റ് ഉള്ള കാര്യം നമ്മളെന്തായാലും ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ എടുക്കും, ഈ വണ്ടി പാർക്ക് ചെയ്യലും തിരിച്ചെടുക്കലും ഇതെല്ലാം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളെ മട്ടന്നൂർ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നല്ല ബ്ലോക്ക് ചെയ്യുന്നു. ഇപ്പം തന്നെ സമയം ഒരു 4:15 ആ ഒരു ടൈം, സ്കൂൾ വിടുന്ന ആ ഒരു ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വേഗം തന്നെ ഇരിട്ടി പോക്കാന്ന്. ഇരിട്ടി പോയി നമ്മൾ ചെറിയൊരു സാധനം അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി ഇങ്ങ് എടുക്കണം. അതെടുത്തിട്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ ഒരു അതന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഡ്രൈവിംഗ് ടിപ്സും ഡ്രൈവിങ്ങിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പേര് മെസ്സേജും പിന്നെ കമൻറ്റും ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, കളിയാക്കലുകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവും. അപ്പോൾ നമ്മളെന്താക്കണം, ഒരു ചവിട്ടിലൂട്ട് കേട്ട് മറ്റേ ചവിട്ടിലൂട്ട് അങ്ങ് കളയണം. ലൈസൻസ് എടുത്തിട്ട് എന്തിനാ പൂജിച്ച് വെക്കുന്നത്, അങ്ങ് എടുത്ത് പോവുക. വീട്ടിൽ വണ്ടിയുണ്ടോ ആരും കാണാണ്ട് ഒരു ദിവസം എടുത്ത് പോവുക അടുത്തുള്ളൊരു ടൗണിൽ. സംഭവിക്കാനുള്ളത് സംഭവിക്കുക തന്നെ ചെയ്യുമല്ലോ, അപ്പോൾ എന്തെങ്കിലും ആട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് എടുത്ത് പോവുക ധൈര്യത്തിൽ. ഒറ്റ ദിവസം എടുത്താൽ മതി. ഞാനില്ലേ നമ്മളെ വീട്ടിലെ കുന്നുണ്ടല്ലോ, ആരും കാണാണ്ട് നമ്മൾ 800 എടുത്ത് പോവും കയറ്റവും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ആ ഒറ്റ ദിവസത്തെ ധൈര്യമാണ് എനിക്ക് എടുത്ത് പോകാനുള്ള ആ ഒരു ധൈര്യം കിട്ടിയിട്ടുള്ളത്. അപ്പം അങ്ങനെ പിന്നെ വലിയ വണ്ടിയിലെടുത്ത് പോകുമ്പോൾ പാർക്കിങ്ങിൻ്റെ കുറച്ച് ഇഷ്യൂസ് എനിക്ക് ഉണ്ടാവലുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല. ആദ്യത്തെ 2-3 ദിവസം കുറേ എടുക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടാവലുണ്ട്. ഇപ്പോൾ കുഴപ്പമില്ല കേട്ടോ, ഇപ്പോൾ സീനില്ല. പിന്നെ നമ്മൾ ഇരുട്ടിന്ന് വരുമ്പോൾ ഇല്ലേ, നമ്മളെ വീട്ടിലെ കുറച്ചല്ല ജെറിൻ്റെ ഫാമിലിയിലെ 2-3 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്നെ കാണാൻ വേണ്ടിയിട്ട്, ചെറുപ്പക്കാരത്തിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചായയെല്ലാം കുടിച്ച് മെല്ലെ വരാമെന്നേനു കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഉമ്മാൻ്റെ ഒരു അനിയത്തിൻ്റെ വീട്ടിലെല്ലാം കയറിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നേനു കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഉമ്മ വിളിച്ചിട്ട് വേഗം വാന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അടിച്ച് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്നാണെങ്കിൽ മട്ടന്നൂർ ലോകത്തിരക്ക് വൈകുന്നേരമാണല്ലോ, പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവർ നല്ല കുഞ്ഞിക്കലത്തപ്പവും പണ്ടവും പിന്നെ ഇറാനി പോളിയും മറ്റേ ഇതെല്ലാം അവരുണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നേനു കാരച്ചുട്ടെ അതെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടേനു കേട്ടോ. മാഷാല്ലാ, അടിപൊളി ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞിക്കലത്തപ്പം ഇതേപോലത്തെ ടേസ്റ്റിൽ ഞാൻ ഇതുവരെ തിന്നിട്ടില്ല. നമ്മളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു ഹാർഡായി പോക്കുന്നുണ്ട്, പക്ഷേ ഇത് ഭയങ്കര സോഫ്റ്റ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തിന്നിട്ട് നമ്മൾ ചായയെല്ലാം കുടിച്ചിട്ടുണ്ട്. അവരെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ആ ഒരു ബേജാറിലും ആ ഒരു തിരക്കിലും പിന്നെ അങ്ങ് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇഷയാണെങ്കിൽ നല്ല ഉറക്കേനു കേട്ടോ വരുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ എണീറ്റിട്ട് കരച്ചിൽ നിൽക്കുന്നില്ല, ഒരേ കരച്ചിൽ. വൈകുന്നേരം ഉറങ്ങിക്കഴിഞ്ഞാൽ അവളങ്ങനെയാണ്. നമ്മൾ ഉച്ചക്കത്തെ ഉറക്കങ്ങ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ ഓൾക്ക് ഇതാ പാലുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി പോളെ ഒന്ന് സെറ്റാക്കി കൊടുക്കണം, ഇനി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടുണ്ട്. ഇപ്പം സമയം ഏകദേശം ഒരു 7:30 ആ ഒരു ടൈം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മരിവെല്ലാം നിസ്കരിച്ചിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോവും. പിന്നെ ഉമ്മാക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലത്തെ എല്ലാം വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ആക്കിക്കോന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു പിന്നെ അഡ്ജസ്റ്റ് ആക്കാനോ, ഞാനില്ലേ രാവിലത്തത് രാത്രിക്കും രാത്രിക്കത്തത് രാവിലെ ഒന്നും തിന്നൂല കേട്ടാ, അന്നേരം ഉണ്ടാക്കിയതേ തിന്നും. എപ്പെങ്കിലെല്ലാം തിന്നും കേട്ടാ, എപ്പോഴും അങ്ങനെയൊന്നല്ല. അപ്പോൾ പുട്ടുപൊടി ഉണ്ടേനു, പിന്നെ രാവിലത്തെ മീൻകറിയും ഉണ്ട്. അപ്പം പുട്ടും മീൻകറിയും നല്ല കോമ്പിനേഷനാണല്ലോ. അപ്പോൾ ഞാനെന്താക്കി പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കി എടുത്തിട്ടുണ്ട്. പുട്ടും മീൻകറിയും നല്ല മത്തി മുളകിട്ടത്. അപ്പോൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് തിന്നലാന്ന്. പിന്നെ ഇതാ നമ്മളെ കുഞ്ഞിക്കാലത്തപ്പം പണ്ടും വീണ്ടും രാത്രിക്ക് തിന്നലാന്ന്. അവർ കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തീർക്കണമല്ലോ, അപ്പോൾ രാത്രിക്ക് കുറച്ചുകൂടി കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ല. നമ്മളെ വ്ളോഗ് ഏകദേശം ഇതാ ഇവിടെ സ്റ്റോപ്പാക്കലാന്ന് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻസ് അയച്ച് അറിയിക്കുക കേട്ടോ. പിന്നെ വേറെ എന്താ, അപ്പം ഇനി ഇൻഷാ അല്ലാഹ് എപ്പോഴെങ്കിലും വ്ളോഗെല്ലാം എടുത്തിനെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വരാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ബൈ.